EWS സർട്ടിഫിക്കറ്റിനായുള്ള അപേക്ഷ എപ്രകാരമാണ് സമർപ്പിക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി EWS സർട്ടിഫിക്കറ്റിനുള്ള അനക്സർ 5 ഫോം ഡൗൺലോഡ് ചെയ്യുക. ഫോം പൂരിപ്പിക്കുമ്പോൾ വ്യക്തിഗത വിവരങ്ങൾ, വരുമാന വിവരങ്ങൾ, മറ്റ് സ്വത്ത് വിവരങ്ങൾ ഇവ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. വില്ലേജ് ഓഫീസിൽ നിന്നും പ്രാഥമിക വെരിഫിക്കേഷൻ പൂർത്തിയായ ശേഷം അവശ്യ രേഖകളോടൊപ്പം അപേക്ഷ താലൂക്കിൽ സമർപ്പിക്കേണ്ടതാണ്. ഐഡന്റിറ്റി പ്രൂഫ്, ഇൻകം പ്രൂഫ്, അഡ്രസ് പ്രൂഫ് എന്നിവയാണ് അവശ്യ രേഖകളായി കണക്കാക്കപ്പെടുന്നത്. അപേക്ഷ ലഭിച്ച ശേഷം അധികാരികൾ വരുമാനം, സ്വത്ത്, രേഖകളുടെ ആധികാരികത ഇവ പരിശോധിച്ച ശേഷം യുണീക് സർട്ടിഫിക്കറ്റ് നമ്പർ സഹിതം EWS സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കും. ഒരു സാമ്പത്തിക വർഷമാണ് EWS സർട്ടിഫിക്കറ്റിന്റെ സാധുത. സാധാരണയായി 10 മുതൽ 15 ദിവസത്തിനകം അപേക്ഷകന് സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ്. ഓർക്കുക, ലഭിക്കുന്ന EWS സർട്ടിഫിക്കറ്റിൽ താഴെ ഒട്ടിച്ചിട്ടുള്ള ഫോട്ടോയിൽ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റേഷൻ നടത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപേക്ഷകൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ. 1. തെറ്റായ സെൽഫ് ഡിക്ലറേഷൻ നൽകിയാൽ നിങ്ങളുടെ അപേക്ഷ റദ്ദാക്കപ്പെടും. ഇനി ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമാണെങ്കിൽ കൂടിയും നിങ്ങൾ നൽകിയ വിവരം തെറ്റാണെന്ന് അതോറിറ്റിക്ക് ബോധ്യപ്പെട്ടാൽ റദ്ദാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഒരു സാമ്പത്തിക വർഷത്തേക്ക് മാത്രമായിരിക്കും ഒരു EWS സർട്ടിഫിക്കറ്റിന്റെ കാലാവധി. ഇന്ത്യ പോസ്റ്റിലെ GDS നിയമനം മുതൽ മറ്റ് പ്രൊമോഷൻ പരീക്ഷകളിലും EWS കോട്ട ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് EWS സർട്ടിഫിക്കറ്റ് നിർബന്ധിതമായ രേഖയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനറൽ വിഭാഗക്കാർക്ക് സർക്കാർ സേവനത്തിലേക്ക് ഉയർന്നു വരുവാനുള്ള മികച്ചൊരവസരമാണ്. ശരിയായ രേഖകൾ, കൃത്യമായ വിവരങ്ങൾ, സമയബന്ധിതമായ അപേക്ഷ എന്നിവ ഉറപ്പാക്കുകയാണെങ്കിൽ EWS ആനുകൂല്യം ലഭിക്കുകയും വിജയസാധ്യത ഉറപ്പാക്കുകയും ചെയ്യാം. തപാൽ വകുപ്പിലെ ജീവനക്കാർക്ക് EWS ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് അപേക്ഷയിലോ മറ്റോ എന്തെങ്കിലും ഡൗട്ടുകളോ ക്ലാരിഫിക്കേഷനുകളോ ആവശ്യമായി ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്.